നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ന്യായമായ ഏതൊരു ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുവാൻ വരാഹി അമ്മയെ പ്രാർത്ഥിച്ചു ചൊല്ലേണ്ട അത്ഭുത ശക്തിയുള്ള ഒരു കാര്യസിദ്ധി മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അഷ്ടലക്ഷ്മി സ്വരൂപിണിയായ വരാഹി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വേണം ഈ കാര്യസിദ്ധി മന്ത്രം ചൊല്ലുവാൻ. കാരണം അഷ്ടലക്ഷ്മിമാരുടെയും സ്വരൂപമാണ് വരാഹി ദേവി. അഷ്ടലക്ഷ്മി സ്വരൂപിണി, അഷ്ടദാരിദ്ര്യനാശിനി, ഇഷ്ടകാമപ്രദായിനി, വാരാഹി നമോസ്തുതേ. ദേവിയുടെ ഒരു സ്തോത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണിത്. അതായത് അഷ്ടലക്ഷ്മിമാരുടെയും സ്വരൂപമായവൾ 8 തരത്തിലുള്ള ദാരിദ്ര്യമില്ലാതാക്കുന്ന, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു നൽകുന്ന വരാഹി ദേവി നമോസ്തുതേ എന്നാണ് ഈ വരികളുടെ അർത്ഥം. നൊന്തു വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന ദേവിയാണ് വരാഹി ദേവി. വരാഹി അമ്മയെ പ്രാർത്ഥിക്കുവാൻ ദേവിയുടെ ഫോട്ടോ വേണമെന്നോ അല്ലെങ്കിൽ വിഗ്രഹം വേണമെന്നോ അങ്ങനെ യാതൊരു നിർബന്ധവുമില്ല. ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് മനസ്സുകൊണ്ട് ആ ദേവിയുടെ രൂപം കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഏതു വിളിപ്പുറത്തും ദേവി ഉണ്ടാകുന്നതാണ്. ഇനി വരാഹി അമ്മയെ പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് രണ്ടേ കാര്യങ്ങളാണ്. ഒന്ന്, അമ്മയോടുള്ള പൂർണ്ണമായ വിശ്വാസം. മറ്റൊന്ന്, കളങ്കമില്ലാത്ത ഭക്തിയാണ്. ഈ 2 കാര്യങ്ങളും നമ്മളിലുണ്ടെങ്കിൽ ഉറപ്പായും ഏത് സമയത്തും എപ്പോഴും വരാഹി ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഇല്ല എങ്കിലും ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതിനുവേണ്ടി പുതിയൊരു മൺവിളക്ക് വാങ്ങുക. നിങ്ങളുടെ പൂജാമുറിയിൽ മറ്റുള്ള വിളക്കുകൾ കൊളുത്തുന്നതിനോടൊപ്പം തന്നെ ഈ വിളക്കും കൊളുത്താവുന്നതാണ്. പുതിയ മൺവിളക്ക് നല്ലതുപോലെ കഴുകി അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് ആ മൺവിളക്കിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് ദീപം കൊളുത്താവുന്നതാണ്. ദീപം കൊളുത്തിയതിന് ശേഷം ആ ദീപത്തിന് ചുറ്റും പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക. പിന്നീട് ആ ദീപനാളം വരാഹി അമ്മയായി സങ്കല്പിച്ചുകൊണ്ട് നിത്യേന നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. വരാഹി അമ്മയോടുള്ള പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ദേവിയെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ ഏതൊരാപത്തിൽ നിന്നും അമ്മ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നതാണ്. ഇനി അതിശക്തിയാർന്ന ആ കാര്യസിദ്ധി മന്ത്രം ഏതാണെന്നും ഏത് സമയത്താണ് ഇത് ചൊല്ലേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വളരെ പവർഫുള്ളായ ഒരു ബീജാക്ഷര മന്ത്രത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഏത് സമയത്താണ് ഈ മന്ത്രം ചൊല്ലേണ്ടതെന്നാൽ പുലർച്ചെ ബ്രഹ്മമുഹൂർത്ത സമയത്താണ് ഈ അത്ഭുത മന്ത്രം ചൊല്ലേണ്ടത്. അതായത് പുലർച്ചെ 4:30-ക്കും 5:30-ക്കും ഇടയിൽ വരുന്ന ഏതൊരു സമയത്തും ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. നിങ്ങളുടെ ന്യായമായ ഏതൊരു ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനു വേണ്ടിയും വരാഹി അമ്മയിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹം 100% ജെനുവിനാണെങ്കിൽ തീർച്ചയായും വരാഹി അമ്മ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുന്നതാണ്. ഇനി ആഗ്രഹിച്ച ജോലി ലഭിക്കുവാൻ, സ്വന്തമായി ഒരു വീടുണ്ടാകുവാൻ, വിവാഹഭാഗ്യം, സന്താനഭാഗ്യം, വിദേശ ജോലി, കൂടാതെ വളരെ പെട്ടെന്ന് പണത്തിനൊരാവശ്യം വന്നു തടസ്സങ്ങളില്ലാതെ ആഗ്രഹിച്ച പണം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുവാനും, അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്ര വലുതാണെങ്കിലും ശരി ആ ആഗ്രഹത്തിന് വേണ്ടി ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇനി ഈ മന്ത്രം ചൊല്ലേണ്ട ആ കൃത്യസമയത്ത് അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി ചൊല്ലിയാൽ വെറും ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതിനുള്ള എല്ലാ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുൻപിൽ വരാഹി അമ്മ കാട്ടിത്തരുന്നതുമാണ്. ഇനി മന്ത്രം ചൊല്ലുമ്പോൾ കുളിച്ച് ശുദ്ധിയോടുകൂടി മന്ത്രം ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം കുളിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക്, അതായത് ശാരീരികപരമായ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ശുദ്ധി ഉണ്ടെങ്കിൽ കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷം ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇനി പീരീഡ്സ് ആയിരുന്നാലും ഒരു കാരണവശാലും ഇത് ചൊല്ലരുത്. ചുരുക്കി പറഞ്ഞാൽ ഈ മന്ത്രം ചൊല്ലുമ്പോൾ അതിൻ്റെതായ പവിത്രതയോടും ശുദ്ധിയോടും കൂടി വേണം ചൊല്ലുവാൻ. ഇനി ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിക്കണമെന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുന്നതെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം ഈ മന്ത്രജപം നിർത്താവുന്നതാണ്. ഇനി അതല്ല, നിത്യപ്രാർത്ഥനയിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയും ചൊല്ലാവുന്നതാണ്. ഇനി ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പണം സംബന്ധമായും മറ്റേത് തരത്തിലുള്ള തടസ്സങ്ങൾ മാറി ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണ വിജയത്തിൽ എത്തിച്ചേരുവാനും ഈ മന്ത്രം ചൊല്ലുന്നത് ഉത്തമമാണ്. ഇനി വിളക്ക് കൊളുത്തിയതിനു ശേഷം മാത്രമേ ഇത് ചൊല്ലുവാൻ പാടുള്ളൂ എന്നില്ല. നല്ല വൃത്തിയും ശുദ്ധിയുമുള്ള എവിടെയിരുന്നും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്.
ഇനി ഈ മന്ത്രം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്നാൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ടൈമിംഗ് ആണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് വെറും വയറ്റിലാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത്. അതായത് ഉണർന്ന ഉടൻ തന്നെ വെള്ളമോ ചായയോ കാപ്പിയോ ഒന്നും തന്നെ കുടിക്കുവാൻ പാടില്ല. ഇനി മന്ത്രം ചൊല്ലാനിരിക്കുമ്പോൾ വെറും നിലത്തിരിക്കാതെ ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേലിരിക്കാവുന്നതാണ്. ഇനി പ്രായമായവരോ തറയിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കസേരയിൽ ഇരുന്നു കൊണ്ടും മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇനി മന്ത്രം ചൊല്ലുമ്പോൾ കിഴക്ക് ദർശനമായോ അല്ലെങ്കിൽ വടക്ക് ദർശനമായോ ഇരുന്ന് ചൊല്ലാവുന്നതാണ്. മന്ത്രം ചൊല്ലുന്നതിന് മുൻപായി ആദ്യം ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ചു തരണമേ എന്ന് വരാഹി അമ്മയോട് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചതിന് ശേഷം വേണം മന്ത്രജപം ആരംഭിക്കുവാൻ. അതിനുശേഷം ഇനി പറയുന്ന ഈ മന്ത്രം 9 തവണ ചൊല്ലാവുന്നതാണ്. ഇനി വരാഹി അമ്മയെ പ്രാർത്ഥിച്ച് ചൊല്ലേണ്ട കാര്യസിദ്ധി മന്ത്രം ഏതാണെന്ന് നോക്കാം. ഓം ശ്രീവം ശ്രീം ഓം ഓം ശ്രീവം ശ്രീം ഓം ഓം ശ്രീവം ശ്രീം ഓം. എല്ലാ ദിവസവും രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് 9 തവണയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത്. ഈ മന്ത്രത്തിലെ ശ്രീം എന്ന വാക്കിന് അത്രയേറെ പവറാണുള്ളത്. ഇനി മന്ത്രം ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റൊരു ചിന്തയും ഉണ്ടാകുവാൻ പാടില്ല. വരാഹി അമ്മയുടെ ആ രൂപം മനസ്സിൽ സങ്കല്പിച്ച് ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം മന്ത്രം ചൊല്ലേണ്ടത്. ഇനി 9 തവണ മന്ത്രം ചൊല്ലി പൂർത്തിയായതിനു ശേഷവും നിങ്ങളുടെ ആ ആഗ്രഹം എത്രയും വേഗത്തിൽ തന്നെ സാധിച്ചു തരണമേ എന്ന് ഒരു തവണ കൂടി വരാഹി അമ്മയോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആ ആഗ്രഹം സാധിച്ചതിന് ശേഷം വീണ്ടും മറ്റൊരാഗ്രഹത്തിനു വേണ്ടി ഈ മന്ത്രം വീണ്ടും ചൊല്ലാവുന്നതാണ്. 33 ദേവി ദേവന്മാരുടെയും സാന്നിധ്യം ഈ ഭൂമിയിലുള്ള ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും പൂർണ്ണഫലം ഉണ്ടാകുന്നതാണ്. ഇനി നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഈ മന്ത്രജപത്തിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ്. പിറ്റേ ദിവസം ഈ മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം മന്ത്രം ചൊല്ലേണ്ടത്. അത്രമാത്രം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ രീതിയിൽ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ വരാഹി അമ്മയിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഈ മന്ത്രം ചൊല്ലി നോക്കൂ. 100% ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുന്നതാണ്. എല്ലാവർക്കും വരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.